മയക്കുമരുന്നു കേസിൽ ഒരിക്കൽ അറസ്റ്റിലായിട്ടുള്ള പോൾ ജോർജിന്റെ ബിസിനസ് ബന്ധവും ഗുണ്ടാ ബന്ധവും മറ്റ് ഇടപാടുകളും ഒരുപാട് ദുരൂഹതയുണർത്തുന്നതാണ്. അതുകൊണ്ടുതന്നെ പല സുപ്രധാനമായ കാര്യങ്ങളും പുറത്തു വരരുത് എന്നാഗ്രഹിക്കുന്ന ധാരാളം പേർ ഈ നാട്ടിലും പുറത്തുമെല്ലാം ഉണ്ട്. ഇവരുടെ താൽപര്യങ്ങൾ താൽക്കാലികമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പോലീസ് ഒരുമ്പെടുന്നത് എങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസമാണ് തകർന്നു പോവുക. ഇത് ചെയ്യാൻ സാധ്യതയുണ്ടോ? കുടുംബത്തിനുള്ളിൽ പോൾ ജോർജിനോട് വിരോധമുള്ളവരുണ്ടോ? ഇതൊന്നുമല്ലാതെ പോളിന് വേറെയും ശത്രുക്കളുണ്ടോ? കുറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിൽ കുടുംബ വഴക്കിന്റെ പ്രശ്നമുണ്ടോ എന്ന് വരികയായിരുന്നു. ആ കുടുംബ വഴക്കിൽ അപ്പുറവും ഇപ്പുറവും ആരൊക്കെയാണ്? ബിസിനസ് ഗ്രൂപ്പുകാർ മാത്രമാണോ? രാഷ്ട്രീയത്തിൽപ്പെട്ടവരുണ്ടോ? രാഷ്ട്രീയ നേതൃതലങ്ങളിലുള്ളവരുണ്ടോ? പോൾ ജോർജിന്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? ഈ അറിയപ്പെടുന്ന ഗുണ്ടകളെയും കൂട്ടി സഞ്ചരിക്കുന്ന ഒരു ആളെന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ അന്വേഷണം ആ വഴിക്കൊന്ന് നീങ്ങുമല്ലോ. ഡൽഹിയിൽ അദ്ദേഹം താമസിച്ചിരുന്നത് ഫരീദാബാദിലായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ 2007 ജൂലൈ അവസാനമുള്ള ശനിയാഴ്ച ആ വീട്ടിൽ കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് മയക്കുമരുന്ന് കേസിലായിരുന്നു. കൊല്ലപ്പെട്ട പോൾ ജോർജിന്റെ ഭൂതകാലവും അത്ര ശുഭകരമായ വാർത്തകളല്ല നൽകുന്നത്. പോൾ ജോർജ് മുമ്പ് ദില്ലിയിൽ വെച്ച് മയക്കുമരുന്നു കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് വിട്ടയക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അന്ന് പോളിനൊപ്പം അറസ്റ്റിലായി തടവു ശിക്ഷ അനുഭവിച്ച ചിലർ ഇപ്പോൾ പുറത്തുണ്ടത്രേ. കൂടെ നിന്നിട്ട് തനിച്ചു രക്ഷപ്പെട്ട പോളിനോട് അവർക്ക് പകയുണ്ടായോ? മയക്കുമരുന്ന് ലോബിയുമായി പോൾ ജോർജിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഒരു വലിയൊരു വ്യവസായ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള്, അതിന്റെ MD സ്ഥാനത്തിരിക്കുന്ന, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തിനാണ് അറിയപ്പെടുന്ന ഗുണ്ടകളെയും കൂട്ടി സഞ്ചരിക്കുന്നത്? ഈ സഞ്ചരിച്ചവര് ഗുണ്ടകളും ഗുണ്ടാ തലവനുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തിനവരെയും കൂട്ടി സഞ്ചരിച്ചു? പിണറായി വിജയൻ ഇത്രയും വലിയ വ്യഗ്രത കാണിക്കുന്നതിനാണ്. അപ്പൊ വിജയൻ എന്തോ നിഗൂഢമായ ഒരു അജണ്ട ഉണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുകയാണ് ഈ കാര്യത്തിൽ. പോളിനൊപ്പം 2 വണ്ടികളിലായി ഉണ്ടായിരുന്ന ഗുണ്ടാ നേതാക്കൾക്ക് ഓം പ്രകാശിനും പുത്തൻപാലം രാജേഷിനും പോൾ ജോർജുമായി ഉണ്ടായിരുന്ന ബന്ധം എന്താണ്? ഗുണ്ടാ നേതാക്കൾ പോളിന്റെ സ്നേഹിതരായിരുന്നോ അതോ സംരക്ഷണത്തിന് കൊട്ടേഷൻ എടുത്തവരായിരുന്നോ? കേരള പോലീസ് ഒന്നും പറയുന്നില്ല. ഓം പ്രകാശും പോൾ ജോർജും തമ്മിൽ അതീവ സ്നേഹമായിരുന്നു എന്ന് ഇതുവരെ കണ്ടെടുത്ത ഫോട്ടോകൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് പോലീസ് സമ്മതിക്കുന്നു. കേരള പോലീസിന്റെയും അഭ്യുദയകാംക്ഷികളുടെയും തിരക്കഥ പ്രകാരം ഓം പ്രകാശും പുത്തൻപാലം രാജേഷും കീഴടങ്ങിയിട്ടുണ്ട്. തിരുനെൽവേലിയിൽ കോടതിയിൽ കീഴടങ്ങിയ 2 പേരെയും 10 മിനിറ്റിനകം ജയിലിലും എത്തിച്ചു. തമിഴ്നാട് പോലീസും കേരള പോലീസിനെ പോലെ അപാരമായ പ്രതിബദ്ധതയുള്ളവർ തന്നെ. ഗുണ്ടാ നേതാക്കളുടെ ചിത്രം ആരും പകർത്താതെ അവിടെയും പോലീസ് ശ്രദ്ധിച്ചു. അതേ കാര്യക്ഷമതയാണ് ഇവിടെ കീഴടങ്ങിയ നേതാക്കളുടെ ദൃശ്യം മാധ്യമങ്ങൾ എടുക്കാതെ കേരള പോലീസും കാണിച്ചത്. ഇനി ഈ ഗുണ്ടാ നേതാക്കളെ നമ്മുടെ പോലീസ് ചോദ്യം ചെയ്യും. എന്ത് കാര്യം? ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് 6 മാസം ജയിലിൽ കിടന്നു വാഴാം, അത്ര തന്നെ. ഓം പ്രകാശും പുത്തൻപാലം രാജേഷും പോൾ ജോർജിനൊപ്പം ഒരേ വണ്ടിയിലാണോ സഞ്ചരിച്ചത്? സ്വന്തം വണ്ടി ഗുണ്ടാ നേതാക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം അവരുടെ വണ്ടിയിൽ ഒറ്റയ്ക്കാണോ പോൾ ജോർജ് സഞ്ചരിച്ചത്? ഒരു കൊട്ടേഷൻ സംഘം ആക്രമിക്കാൻ വന്നപ്പോൾ 2 ഗുണ്ടാ നേതാക്കൾ ഒപ്പമുണ്ടായിട്ടും എന്തുകൊണ്ട് പോൾ ജോർജിനെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചില്ല? സാമാന്യ ബുദ്ധിയിൽ വിരിയുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഒരുത്തരവും ഇതുവരെ പോലീസ് തന്നിട്ടില്ല. മാത്രമല്ല, കൊലപാതകത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ എന്നവണ്ണം ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ഗുണ്ടാ രാഷ്ട്രീയ ബന്ധവുമാണ്. ആരാണ് ഈ ചർച്ച വഴിതിരിച്ചുവിടുന്നത്? ഒരു എസ് ടൈപ്പിലുള്ള വെപ്പണാണെന്നാണ്, ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺ. പോൾ ജോർജിന്റെ കഴുത്തിനു പുറകിലെ മുറിവുകളാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് വിശദീകരണം നൽകിയ കാരണങ്ങളല്ല
ഡോക്ടർ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി ചേർത്തത് എന്ന് വിദ്യാർത്ഥികൾ ആദ്യമേ തന്നെ അടക്കം പറഞ്ഞിരുന്നു. ഇതിന് ആരും മറുപടി പറഞ്ഞിട്ടില്ല. എസ് ആകൃതിയിലുള്ള കത്തി മുഖ്യപ്രതി കാരി സതീഷിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. പോലീസ് വന്ന് ഇതിലേം കൂടെ വന്ന് കയറി ഇവനെയും കൊണ്ടുവന്ന് കയറി കഴിഞ്ഞ ഏതാണ്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കട്ടിന്റെ കീഴിലോട്ട് വെച്ച് ഇടയ്ക്കോട്ട് പോലീസ് വെച്ച് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് കൈ വയ്യല്ല മുറിഞ്ഞിരിക്കല്ലേ അവനെ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു കട്ടിലേക്ക് ഇട്ടു. സാധാരണ RSSകാർ ഉപയോഗിക്കുന്ന കത്തിയാണ്. RSSന്റെ ആക്രമണത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന കത്തിയാണ്. സാധാരണ കത്തിയുടെ ഫലമല്ല അത് ചെയ്യാൻ. സാധാരണ കത്തി കുത്തിയാൽ ആ കത്തിയും എടുക്കുമ്പോൾ ആ വലുപ്പത്തിലല്ലേ ഇങ്ങോട്ട് വരികയും. ഇത് S ആകൃതിയിലായതുകൊണ്ട് അതിന്റെ വീതിയിൽ വലിഞ്ഞുപോയി. അതുകൊണ്ടാണ് ആ കത്തി RSS സാധാരണ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം അന്വേഷിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ഒടുവിൽ കണ്ടെത്തിയത് മറ്റൊരു കഥ. അല്ല വിഷയം. നമ്മൾ പിന്നെ ഈ സാറൊന്ന് നേരിട്ടൊന്ന് ആവശ്യപ്പെട്ടൊന്ന് നമ്മൾ പിന്നെ അതിനുള്ള വർക്കൊന്നും ചെയ്യാം. നമുക്ക് അതിന്റെ സമയമില്ലൊന്നും ഇല്ല. സാറ് വീട്ടിൽ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. സാറ് നിർബന്ധം കൊണ്ടാണ് അത് ചെയ്തു കൊടുത്തത്. ആലപ്പുഴ നഗരാതിർത്തിയിലെ ഒരു കൊല്ലന്റെ ആലയിൽ നോർത്ത് CI KA തോമസ് S ആകൃതിയിൽ ഒരു കത്തി പണിയിച്ചു അത്രേ. അതും IG-യുടെ വാർത്താസമ്മേളനം കഴിഞ്ഞ അതേ രാത്രിയിൽ. ആ കത്തി എവിടെ പോയി? അതാണോ കാരി സതീഷിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്? റെഡിയാക്കി വെച്ചിരിക്കുകയാണോ? മറ്റേ മാറ്റമൊന്നുമില്ല. എന്റെ സെയിം സാധനം തന്നെ. നീളം കുറവാണോ സാർ? തോമസ് സാർ പറഞ്ഞത് നീളം കുറവ് എന്നതാണെന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരുന്നു. CIക്കെന്തിനാ S ആകൃതിയിൽ ഒരു കത്തി? മൊത്തം എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ കേരള പോലീസെ. ഒരു കേന്ദ്രത്തിലിരുന്നുകൊണ്ട് കഥകൾ ഉണ്ടാക്കുകയാണ്. ആ കഥകളെല്ലാം മാധ്യമങ്ങൾക്കും എത്തിക്കുകയാണ്. ചില വ്യാജ ഫോട്ടോകൾ ഉണ്ടാക്കുകയാണ്. ആ വ്യാജ ഫോട്ടോകൾ ചിലർ പ്രചരിപ്പിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ തന്നെ ഇതിൽപ്പെട്ടവരാരാണ് എന്നുള്ളത് പലർക്കും അറിയാം.